ദഹി പനീർ പേരുള്ളതുപോലെ തന്നെ ഇത് യോഗട്ടൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പനീർ മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തൈരിൻ്റെ മിക്സ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് യോഗേർട്ട് എടുത്തിട്ടുണ്ട്, അധികം പുളിയില്ലാത്ത തൈര്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിസ്ക് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതും കൂടെ ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി, ഞാനിപ്പോൾ ഈ കടായിൽ തന്നെയാണ് ഈ പനീർ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കടായി എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് ചെറിയൊന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എണ്ണത്തടിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു ബേ ലീഫും കൂടെ ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വലിയൊരു ഒനിയൻ ചോപ്പ് ചെയ്തേക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുക. ഒനിയൻ ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ യോഗേർട്ടിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതേ ഒന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് കാണാം. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് കുക്കിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുക്കിംഗ് ക്രീം ഇല്ലെങ്കിൽ ഒരു 10 കാഷ്യൂനട്ട് എടുത്തൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ച ശേഷം അത് അരച്ച പേസ്റ്റ് ചേർത്താലും മതി. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ നടുവെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അടച്ച് വെച്ച് ഒരു 2 മുതൽ 3 മിനിറ്റ് നേരം വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 3 മിനിറ്റ് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരല്പം കസൂരി മെത്തിയും മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുക. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്നുകൂടെ അടച്ച് വെച്ച് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാലയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.